ഷൗക്കത്താക്കു കിച്ചണിലുണ്ടോ? ഷൗക്കത്താക്കിനെ കാണാം. നമസ്കാരം ഷൗക്കത്താക്കു. നമസ്കാരം. ഞങ്ങൾ സംസാരം ടി വിയിൽ നിന്നാണ്, നേരത്തെ വിളിച്ചിരുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ ഷൗക്കത്താക്കു, പട്ടാമ്പിയിൽ ശങ്കരമംഗലത്തിലാണ്. കൂടുതൽ വിശേഷം നമുക്ക് ചോദിച്ചറിയാം. നമുക്ക് ഇന്ന് എന്ത് വിഭവങ്ങളാണ് ഉണ്ടാക്കി തരാം? നമുക്ക് 3 വിഭവങ്ങളാണ്. 3 വിഭവങ്ങൾ. ഒന്ന് ചിക്കൻ പെപ്പർ ചിക്കൻ, ഒന്ന് പെപ്പർ ചിക്കൻ, ഒന്ന് ബീഫ് ചില്ലി, പിന്നെ ചിക്കൻ കൊണ്ടുവരണം. നമ്മളിപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ ബീഫ് ചില്ലി നമ്മളത് ഇറച്ചി കഴുകി അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു 80% വേവിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിൽ കുറച്ച് കല്ലുപ്പും കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് വേവിക്കണം. കുക്കറിലാണ്? കുക്കറിൽ. ഇനി ഇതൊരു 8 വിസിൽ 10 വിസിലോളം അടിക്കണം. അത് കഴിഞ്ഞാൽ ഓഫാക്കാം. ബീഫ് ചില്ലിക്കില്ലേ, ബീഫ് വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വേവിക്കാതെ പച്ചക്ക് കൊടുക്കും. ഉള്ളു നേരെ വേവില്ല, അതിനാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അല്ലേ? ഇനി കനല്ലാതെ അരിഞ്ഞെടുക്കുക. ഇത് എടുക്കുമ്പോൾ എല്ലില്ലാത്ത കഷ്ണം തന്നെ എടുക്കണം. എല്ലില്ലാത്ത കഷ്ണം. അതെ. നമ്മളിപ്പോൾ ബീഫ് ചില്ലിക്കുള്ള മസാല റെഡിയാക്കാം. മസാല റെഡിയാക്കുക. അതായിട്ട് കോൺഫ്ലവർ ഇത് എത്ര ഗ്രാമാ? ഇത് ഒരു 1/4 കിലോ. 1/4 കിലോ. ഇത് കാശ്മീരി മുളക് പൊടി. പാകത്തിന്. മഞ്ഞപ്പൊടി പാകത്തിന്. നമ്മൾ എത്ര ബീഫ് എടുക്കണം അതിനനുസരിച്ചാണ് ഇത് ചേർക്കേണ്ടത്. മസാല മുളക് പൊടി, ബീഫ് മസാല, പൊടിയുപ്പ് ആവശ്യത്തിന്. ടൊമാറ്റോ സോസ്, സോയാ സോസ് ഇപ്പോൾ പാകത്തിന് കുറച്ച്. എന്തെങ്കിലും ചേർക്കണ്ട. ഈ കോഴിമുട്ട പൊട്ടിച്ച് അപ്പുറത്ത് കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കല്ലേ. ഇതൊന്ന് സ്മൂത്തായി കിട്ടാനാണല്ലേ? മഴയും കിട്ടും. ചെറുനാരങ്ങയുടെ നീരിട്ടോ. ചെറുനാരങ്ങയുടെ നീര്. നന്നായി എല്ലാതും കൂടെ കുഴച്ച് ലേശം സൺഫ്ലവർ അല്ലേ? നമ്മൾ ബീഫ് ഇതിൽ മിക്സ് ചെയ്തിട്ട് വറുത്തെടുക്കല്ലേ? ബീഫ് ആഡ് ചെയ്യുക. മസാലയ്ക്ക് ബീഫ് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യല്ലേ? അതെ. പച്ചമുളകെടുത്ത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് വറുത്തിട്ട് അതിൽ കിട്ടുക. അതൊരു ഷോ ആയി, ഒരു ഭംഗിയായി, എരിവിൻ്റെ ഒരു ഇതായി കിട്ടും. നീളത്തിൽ കട്ട് ചെയ്യല്ലേ? അതെ. ചൂടായ എണ്ണ ഒഴിക്കുക. നമ്മളിപ്പോൾ ബീഫ് ചില്ലി വറുത്തെടുക്കാൻ പോവാം. അതെ. എണ്ണ ചൂടായിലേക്ക് ഇടുക.
വീട്ടിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് എടുക്കാൻ കഴിയുന്നതാണിത് ഈ ബീഫ് ചില്ലി. ബീഫ് ചില്ലി. കട്ട് ചെയ്ത് വെച്ച മുളകൊന്ന് വറുത്തെടുക്കാം. വേപ്പിലയും വട കൂടി. അനീഷ, ഇതാണ് നമ്മൾ ബീഫ് ചില്ലി. അപ്പോൾ കഴിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇത് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആണല്ലേ? സോഫ്റ്റാണ്. അതാണ് നമ്മളിത് വേവിക്കുമ്പോൾ ആദ്യം വേവിച്ചെടുത്ത് ഇതാക്കിയത്. പച്ചക്ക് കൊടുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ് കമ്മിയാക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ അയൽവാസി സഞ്ജയ് ഉണ്ട്. സഞ്ജയ് ഒന്ന് വന്ന് ടേസ്റ്റ് നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയും. നമ്മൾ സുഖത്താക്കുൻ്റെ അയൽവാസിയാണ് സഞ്ജയ്. അതുകൊണ്ട് അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. മക്കൾക്കൊക്കെ ഇത് ഉപകാരപ്പെടും. വൈകുന്നേരത്ത് കുട്ടികളൊക്കെ ഇരിക്കുമ്പോൾ എൻജോയ് ചെയ്ത് കഴിക്കാം.